നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വാർഡ് വിഭജന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കരട് വിജ്ഞാപനം പുറത്തു വന്നു. എല്ലാവർക്കും സുതാര്യമായി കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ഉള്ളത്. അത് കണ്ടപ്പോഴാണ് എത്രത്തോളം വൃത്തികെട്ട നിലയിലാണ് ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള കൃത്രിമങ്ങളും നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് LDF നടത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായി അത് കാണാൻ കഴിയും. വാർഡുകൾ വിഭജിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൗണ്ടറികൾ, നാച്ചുറൽ ബൗണ്ടറി, അതുപോലെ റോഡ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു വാർഡിൽ ഇത്ര വാസഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം മിനിമം, അതിൽ 10% ഏറുകയോ കുറയുകയോ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞിടത്താണിപ്പോൾ ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ആര് കണ്ടാലും ഇതെന്ത് പ്രക്രിയയാണ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഈ ഡ്രാഫ്റ്റ് കരട് നമ്മൾ കാണുന്നത്. ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്നത്, മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിരിക്കുന്നത് അത്രയും മോശപ്പെട്ട രീതിയിലാണ്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കൃത്യതയുമില്ല. എന്നിട്ട് വീടുകളുടെ എണ്ണം കൃത്യമാക്കാൻ വേണ്ടി കൃത്രിമമായ കണക്കാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 700, 790, 800 വീടുകളുള്ള വാർഡുകളുണ്ട്. എന്നിട്ട് അവർ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് 400 വീട് എന്നാണ്. എല്ലാ വാർഡും കൂടി കൂടുമ്പോൾ അത് ഏതാണ്ട് യോജിച്ച് പോവുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള കൃത്യമായ ക്രമക്കേടുകൾ ബോധപൂർവം നടത്തിയിട്ടുണ്ട്. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ഭരണാധികാരികളെ അതിനു വേണ്ടി നിർബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യിച്ചത്. നിർബന്ധിച്ചിട്ടും ചെയ്യാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പലരെയും ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തക്കാരെയും തങ്ങളുടെ അംഗീകരിക്കുന്നവരെയും ഈ സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ടാണ് ഈ തെറ്റായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ കരട് പുറത്തു വന്നപ്പോൾ വളരെ വ്യക്തമായി എന്തിനാണ് ഇതൊക്കെ ചെയ്തത്. ഇത് സമ്മതിക്കാത്ത, ന്യായത്തിലും നീതിയിലും വിശ്വസിക്കുന്ന സെക്രട്ടറിമാരെ, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ഞങ്ങളടുത്ത് കുറച്ച് ഫിഗറുകളുണ്ട്. ഓരോ ജില്ലയിലും, മലബാറിലെ ജില്ലയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓരോ ഞങ്ങളെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നക്ഷത്രക്കലയും പിന്നെ ചന്ദ്രക്കലയൊക്കെ ഉണ്ട്. ആ ചന്ദ്രക്കലയ്ക്ക് സമാനമായ വാർഡാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ്. ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നു. ശരിക്കുള്ള ചന്ദ്രക്കല. ഇതിൻ്റെ നല്ലൊരു ഫിഗർ കിട്ടി ഞങ്ങളെ കൊടിയിലടിച്ചു വെക്കാം. അത്രത്തോളം കൃത്യമായി നോക്ക്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ചോപ്പ് ഇട്ടതാണ് ഒരു വാർഡ്. അതിൻ്റെ ഇടയിൽ ഇവിടെ വാർഡുണ്ട്. ഒരു വാർഡ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നു. അല്ല, എന്ത് ചെയ്താലും ജയിക്കില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇതാ ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ. അത് മലപ്പുറമാണ്. ഇനി നമ്മുടെ അടുത്ത് കൊടുവള്ളി ഉണ്ടല്ലോ. ഇത് കണ്ണൂർ ജില്ലയിലെ പരിയാരാണ്. ഒരു വാർഡാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വരെ ഒരു വാർഡാണ്. ഇതാണ് പരിയാരം. എന്തൊക്കെ അവർ ഭരിക്കുന്ന പഞ്ചായത്തെ. ഇപ്പോൾ അടുത്ത തവണ പോവും. പരിവാരം മെഡിക്കൽ കോളേജൊക്കെ പോയതാണ് അവർ ഭരണത്തുനിന്ന്. അതോടുകൂടി തോന്നിയതാണ്. ഇതേതാ? കൊടുവള്ളി നോക്കുകയുള്ളൂ. ഒരു വാർഡ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളിൽ വേറെ വാർഡ്, ഇവിടെ വേറെ വാർഡ്. ഇതാണ് ഒരു വാർഡ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ പോയിട്ടാണ് വരുന്നത്. ഇതൊക്കെ വെട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാസർഗോഡ് ജില്ലയിലെ പടഞ്ഞാണിത്. നല്ല ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരാണ് ഈ വാർഡ് വെട്ടിയതെന്ന് ഉറപ്പാണ്. ഇതിന് സ്വാഭാവികമായ നാച്ചുറൽ ബൗണ്ടറികളില്ല, മറ്റ് യാതൊരു മാനദണ്ഡമില്ല, വീടിൻ്റെ എണ്ണമില്ല. നമ്മുടെ കുന്നമംഗലം മണ്ഡലത്തിലെ ചാത്തമംഗലം പഞ്ചായത്തിൽ
2 വാർഡുകളുടെ അതിർത്തി ഒന്നാണ്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അതിർത്തി ഒന്നായിട്ടാണ് ഈ ചാത്തമംഗലം പഞ്ചായത്തിലെ 2 വാർഡുകൾ. അപ്പോൾ കൃത്യമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആവർത്തിക്കും, അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടൊക്കെ ആവർത്തിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കൃത്രിമം നടത്തുകയാണ്. അതിന് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. ഇതിന് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോൾ 3-ാം തീയതി വരെ പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട്. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. 3-ാം തീയതി കഴിഞ്ഞാൽ ഈ പരാതി അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് പ്രത്യേകം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. CPM-നോട് സഹകരിക്കുന്ന അവരുടെ സംഘടനയിലെ പ്രധാന ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരാതി അന്വേഷിക്കാൻ നിയോഗിക്കാൻ പോകുന്നതെന്നാണ് വിവരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും അട്ടിമറിക്കപ്പെടും. പിന്നീട് നിയമ കോടതിയെ സമീപിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗും UDF-ഉം ഈ ജനാധിപത്യ അട്ടിമറിക്കെതിരെ ജനാഭിപ്രായങ്ങൾ മറികടക്കാനുള്ള ഈ കുൽസിത വൃത്തിക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും നടത്തും. നിയമ കോടതിയെയും സമീപിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ഈ പരാതികളിൽ കൃത്യമായ പരിശോധന നടത്തി നടപടിയെടുക്കണം. ഇലക്ഷൻ കമ്മീഷന് ഈ പരാതികൾ അന്വേഷിക്കാൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായും ഭരണകക്ഷിയുടെ ആളുകളാകാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ അട്ടിമറി പൂർണ്ണമാകും. അതില്ലാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലക്ക് എല്ലാ പ്രദേശങ്ങളിലും വളരെ വിജിലൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് ഞങ്ങൾ വിവരം നൽകിയിട്ടുണ്ട്. ശക്തമായ രാഷ്ട്രീയ നടപടികളും അതോടൊപ്പം നിയമ നടപടികളുമായി മുസ്ലിം ലീഗും UDF-ഉം മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ കേസുകൾ 2-3 കിടക്കുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, ഈ വാർഡ് വിഭജനത്തേക്കാൾ അനിവാര്യമായത് പഞ്ചായത്തുകളുടെ വിഭജനമാണെന്നാണ്. ജനസംഖ്യ ക്രമാതീതമായി കൂടുതലുള്ള, വോട്ടർമാർ കൂടുതലുള്ള, വീടുകൾ കൂടുതലുള്ള പഞ്ചായത്തുകൾ വിഭജിക്കണം എന്ന ആവശ്യം നിരന്തരമായി മുസ്ലിം ലീഗും UDF-ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നടത്താതെ വാർഡ് വിഭജന പ്രക്രിയ ഒരു ചടങ്ങ് പോലെ നടത്തുകയാണ്. ഇപ്പോൾ 23 വാർഡുകളിൽ 24 ആക്കുകയാണ്. പരമാവധി 24 വാർഡേ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്ന തീരുമാനമാണുള്ളത്. നേരത്തെ 23 ആയിരുന്നു. ഒരു വാർഡ് കൂട്ടുകയാണ്. ഒരു വാർഡ് കൂട്ടുമ്പോൾ സ്വാഭാവികമായും ആ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളെയും അതിർത്തികളെ അത് ബാധിക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൃത്രിമ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരെ പാർട്ടി ജാഗരൂകമാണ്. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അറിയിക്കാനാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. വന്നെത്തിയതിൽ വളരെ സന്തോഷം. എല്ലായിടത്തും ഉണ്ട്. മലബാർ ഏരിയയിൽ പ്രകടമായി കിട്ടിയതാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. ധാരാളമുണ്ട്. ഓരോ പഞ്ചായത്തിലുമുണ്ട്. ഇല്ലാത്ത പഞ്ചായത്തുകൾ അപൂർവമാണ്. ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിപ്പിച്ച് അത് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പരാതികൾ ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട് അപൂർവമായിട്ടെങ്കിലും. അത്തരം പഞ്ചായത്തുകൾ സത്യസന്ധമായി പണി ചെയ്ത സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥന്മാർ നീതിപൂർവമായി വാർഡ് വിഭജനം നടത്തിയ അപൂർവമായിട്ടെങ്കിലുമുള്ള പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുമുണ്ട്. അവിടങ്ങളിൽ കൃത്രിമമായ പരാതി ഉണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ഗവൺമെൻറ് നടക്കുന്നുണ്ട്. ഇവിടെ ആര് ഭരിക്കുന്നു എന്നല്ലല്ലോ, ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും അതുപോലെ പഞ്ചായത്തും ഭരിക്കുന്ന ഭരണസമിതി എടുത്തു കൊടുത്ത തീരുമാനങ്ങൾ സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തി മാറ്റിക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. അല്ല, ഇപ്പോൾ വാർഡ് വിഭജനം നടക്കല്ലേ, ഇനിയിപ്പോൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ, നിയമം വന്നില്ലേ, തീരുമാനമായില്ലേ. നേരത്തെ ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്തുകൾ വിഭജിക്കണം എന്നായിരുന്നു. വളരെ കാലമായി അത് വിഭജിച്ചിട്ട് ജനസംഖ്യാനുപാതികമായി വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ പഞ്ചായത്തുകളാണ് വിഭജിക്കേണ്ടിയിരുന്നത്. ഏതായിരുന്നാലും ഞങ്ങളെതിരെ അതിൻ്റെ കേസ് നിലവിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലവിലുണ്ട് അത് സംബന്ധിച്ച്. എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയിൽ സഹകരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ആ സഹകരണത്തിലാണ് ഇത്തരം ക്രമക്കേടുകൾ നമുക്ക് ദൃശ്യമാകുന്നത്. 3-ാം തീയതി വരെയാണ് പരാതി കൊടുക്കാനുള്ള സമയം. പിന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അത് അന്തിമമായി പ്രഖ്യാപിക്കേണ്ടത് 21-നാണ്. ഡേറ്റ് പറഞ്ഞിട്ടില്ല.
പരിഹരിക്കപ്പെടാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദവും സമരങ്ങളും ഒക്കെ ഉണ്ടാവും. നിയമപരമായ നടപടികളും ഉണ്ടാവും. അതെ, അങ്ങനെയാണല്ലോ. പരാതി 3-ാം തീയതി വരെ ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി കൊടുക്കാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ലെങ്കിലാണ് കോടതിയെ സമീപിക്കേണ്ടത്. അതെ അതെ, രണ്ടൊന്നാണ്. CPM-ന് അനുകൂലമായിട്ട് നടത്താൻ വേണ്ടി അശാസ്ത്രീയമായി നടത്തി. ഒറ്റത്തരേ ഉള്ളൂ. രണ്ട് ചോദ്യത്തിനും കൂടി. ഇത് പിന്നെ ഞങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ CH റഷീദ്, ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ സംഘടനയുണ്ട് LGML, ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷറഫുദ്ദീൻ, പെരുവേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അതൊക്കെ ഇന്ത്യ രാജ്യത്ത് കുറേ കാലമായി നടക്കുന്നത് ജനാധിപത്യ ധ്വംസനല്ലേ. അതിൻ്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണം, ജനപ്രതിനിധികൾക്ക് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോയി നോക്കാനും പരിശോധിക്കാനും അവിടെ ഇരകളായി പോയിരുന്നവരെ സാന്ത്വനിപ്പിക്കാനുള്ള അവകാശമില്ലേ. അതിനെ തടയുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക എന്ന് തന്നെയാണ്. അത് BJP ഗവൺമെൻറ് കാലങ്ങളായി നടത്തി വരുന്നതാണ്. പുതുമയൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണ്ടേ. ഇത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെ പത്രസമ്മേളനമാണ്. ഇവിടെ മതസംഘടനകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയൻ പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുറ്റം പറയുകയാണെന്ന് പറയുന്നു. ഇനി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. CPM പൂർണ്ണമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു. പാർട്ടിയുടെ സഹായമൊക്കെ UDF-ന് ആവശ്യം വരും. ഇല്ല, അങ്ങനെയല്ല. നമുക്കറിയാലോ. ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയണ്ടല്ലോ. കേരളത്തിൽ ആർക്കാ അറിയാത്തത്? ഇറാ സെൻറ്ററിൽ ഏത് CPM നേതാവാണ് പോകാത്തത്? ആരാ ചർച്ച നടത്താത്തത്? വെൽഫെയർ പാർട്ടിയുടെ മാത്രമല്ല, SDPI-യുടെ 2006 തെരഞ്ഞെടുപ്പിൽ SDPI-യുടെ പിന്തുണ വാങ്ങുന്നതിൽ തെറ്റില്ല, ജനാധിപത്യപരമാണ് എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട് CPM-ൻ്റെ. അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ അവരോട് കൂടുമ്പോൾ നല്ല പാർട്ടിയാവും, അവരുടെ തെറ്റുകളെ എതിർക്കുമ്പോൾ പാർട്ടി ചീത്തയാവും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും ഈ SDPI തെറ്റ് പറയുമ്പോൾ ഞാൻ കുറേ തവണ നിങ്ങളോട് പറഞ്ഞതാണ്. പത്തനംതിട്ട, ഇന്നലെ ഞാൻ പത്തനംതിട്ടയായിരുന്നു, മിനിഞ്ഞാന്ന് അടൂരിൽ ഞങ്ങൾ CS സെൻ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ പരസ്യമായ സഖ്യമാണ്. ഇന്ത്യ മുന്നണി പോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും SDPI-യോട് ഭരണം നടത്തുന്നത്. ചെയർമാൻ സ്ഥാനത്തേക്ക് 3 SDPI മെമ്പർമാരുടെ പിന്തുണയാണ്. അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SDPI-യുടെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ കാട്ടാങ്ങൽ പഞ്ചായത്ത്, അവിടെയും സഖ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് പറയാം അന്ത് മറ്റേ കാലിലാണ്. ശരിയല്ലല്ലോ. അത് കേരളീയർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും. ഏതിൽ SDPI-യുമായി മുസ്ലിം ലീഗിന്, ഈ SDPI ഒക്കെ ഉണ്ടാക്കിയത് ലീഗിനെ എതിർക്കാനാണ്. പിന്നെ ലീഗിന് അതിൽ എന്താ നിലപാട് മാറ്റം? മുസ്ലിം ലീഗ് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പാർട്ടിയാണല്ലോ SDPI. അതിനോട് സ്വാഭാവികമായും ലീഗിൻ്റെ പ്രതികരണം, അവർക്ക് ലീഗിനോടുള്ള പ്രതികരണം വ്യക്തമല്ലേ. അത് പ്രത്യേകിച്ച് പറയണോ? പാലക്കാട് SDPI വോട്ട് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥി ഒന്നും പറയാത്തതാണ്. ഇപ്പോൾ LDF ഒക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയും ഒരു കാലത്തും വോട്ട് വേണ്ട എന്നാരും പറയാറില്ല. എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണ്ടേ? ഒരു ഇല്ല, ആരും പറഞ്ഞില്ലല്ലോ. CPM പറഞ്ഞു വേണ്ടാന്ന്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വേണ്ടോ? വോട്ട് ചെയ്യുന്നതും മുന്നണി ബന്ധം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഐക്യമുണ്ടാക്കുന്നതും മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്നതും സഖ്യമുണ്ടാക്കുന്നതും ധാരണയുണ്ടാക്കുന്നതും വേറെയാണ്. വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കോഴിക്കോട്ട് ഒരു സ്ഥാനാർത്ഥി, ഒരു മിനിറ്റ്, ഈ കോഴിക്കോട് സൗത്ത് ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വീട് ഈ വാർഡിലാണെങ്കിൽ വോട്ട് ചോദിക്കൂലേ പോയിട്ട്? അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ടെങ്കിലും എതിർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും ചെയ്തു എന്നല്ലേ പറയാൻ നമ്മൾ?
വേണ്ടെന്ന് പറയുന്നുണ്ടോ? സഖ്യകക്ഷിയെ പോലെയാണ് SDPI പാലക്കാട് വിജയത്തിന് പിന്നാലെ വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയത്. അപ്പോൾ അവര് പരസ്യമായ സഖ്യത്തിലായിരുന്നു എന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. അല്ല, അത് CPM-ന്റെ ആരോപണമല്ലേ? ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ലല്ലോ, അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ല. അവർ ആരെങ്കിലും ഞങ്ങളെ വിജയം ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ആഹ്ലാദത്തിൽ അവരെ കൂട്ടിയിട്ടില്ല, അവരോട് ആഹ്ലാദിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. മനുഷ്യന്മാർക്ക് വെറുതെ ആഹ്ലാദം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മൾ എന്തിനാ ആഹ്ലാദം നഷ്ടപ്പെടുത്തണം? ആ വെൽഫെയർ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസ്, CPM-ന്റെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും പോയി വോട്ട് ചോദിക്കണം. ആ മണ്ഡലത്തിൽ ഞാൻ സൗത്തിൽ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും ആ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സന്ദർശിക്കാം. അതിൽ ആശയത്തിൻ്റെ നയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, വോട്ട് ചോദിക്കണം. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ആ മണ്ഡലത്തിൽ അത് SDPI-യുടെ അല്ല പറഞ്ഞത്, അത് നിങ്ങൾ പറയുന്നത് കേരള അടിസ്ഥാനത്തിലോ ദേശീയ അടിസ്ഥാനത്തിലോ ഒക്കെയാണ്. ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ, വ്യക്തമായി പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോട് വോട്ട് ചോദിക്കും. അവരെ പാർട്ടിയോ ജാതിയോ ഒന്നും ചോദിക്കും. എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി പോലും വോട്ട് ചോദിക്കാറുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് വളരെ പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. NDF രാഷ്ട്രീയ പാർട്ടി അല്ലായിരുന്നു. ഇല്ല, ഇപ്പം നമ്മുടെ ഈ അവസ്ഥയിൽ ഇപ്പോൾ പറയുന്നത് ഈ SDPI-യും വെൽഫെയർ പാർട്ടിയെയും മുന്നിൽ നിർത്തി പരാജയം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. വേറെ ഒന്നുമില്ല. ദയനീയ പരാജയം ഉണ്ടായി 3 സ്ഥലത്തും. അത് മറച്ചു വെക്കാൻ ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. SDPI-യും വെൽഫെയർ പാർട്ടിയും സമസ്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനിയെങ്കിലും പഠിക്കണം. ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടികളാണ്, മറ്റു മതസംഘടനയാണ്. അത് ഇതുവരെ അറിഞ്ഞൂടാ? ഏയ്, മതസംഘടനകളുടെ അഭിപ്രായം അവരല്ലേ പറയുക? എനിക്ക് മനസ്സിലായില്ല. മതസംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിലോ അവരുടെ പ്രവർത്തന രീതികളിലോ അവരുടെ അഭിപ്രായങ്ങളിലോ ഞങ്ങൾ എതിരെ ഇടപെടാറില്ല. മുസ്ലിം ലീഗിനെ ആരെങ്കിലും വ്യക്തികൾ വിമർശിച്ചാൽ ആ വ്യക്തികൾക്ക് മറുപടി പറയും. അത് സംഘടന ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും. അവരുമായിട്ടുള്ള ആശയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആദർശ സമ്മേളനങ്ങളിൽ പോലും ചർച്ചയാവും. ഇന്നും ഒരു നടന്ന ഓഡിറ്റോറിയത്തിൽ സമസ്ത ആദർശ സമ്മേളനം നടത്തുന്ന ഒരു കൂട്ടർ ഇപ്പൊ കഴിഞ്ഞ തവണ എടവണ്ണപ്പാതയിൽ ഒരു പരിപാടി നടന്നിരുന്നു. ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ ചൊല്ലിയാണ് ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതെങ്ങനെയാണ്? സമസ്തയുടെ ആദർശം ലീഗാണ്. സമസ്തക്ക് അതിൻ്റേതായ വ്യക്തമായ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ട്. അത് പറയാൻ വേണ്ടി അവർ യോഗം വിളിച്ചു കൂട്ടുന്നതിന് ലീഗ് എന്താ ചെയ്യണം? അതിൽ ലീഗിൻ്റെ നേതാക്കന്മാരുണ്ടാവും. സമസ്തയിലുള്ള ലീഗാണെങ്കിൽ നേതാക്കന്മാരും അണികളൊക്കെ അതിലും പങ്കെടുക്കും. അതല്ലാതെ അത് രണ്ടും തമ്മിലൊരു ഏറ്റുമുട്ടലോ രണ്ടും തമ്മിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തർക്കങ്ങളോ ഒന്നുമില്ല. വളരെ സുന്ദരമായി പോവുകയാണ്. പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ ശേഷം പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേക സ്നേഹമുണ്ട് എന്നൊക്കെയാണ് പിണറായി വിജയന്റെ ആരോപണം. അതേ സമാനമായ ആരോപണമാണ് സമസ്തയ്ക്കുള്ളത്. ലീഗിനകത്ത് ഒരു സലഫി ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അല്ല, ഇത് രണ്ടും രണ്ടായിട്ട് കാണണ്ട. നമ്മൾ ഒന്ന് രാഷ്ട്രീയ പാർട്ടിയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ നേതാവാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി പറയണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുറ്റമൊന്നും പറയാനില്ല. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്ന ചില സംഘടനകളെ അഡ്രസ്സ് ഞങ്ങളെ മേലേക്ക് വെച്ചിട്ട് പറയണം. അതിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം ലീഗിനൊന്നും പറയാനില്ല. മുസ്ലിം ലീഗിൻ്റെ ചെയ്തികളോ നയങ്ങളോ നടപടികൾക്കോ വിമർശിക്കാനൊന്നുമില്ല. ആകെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയായി ബന്ധമുണ്ട് എന്ന് പറയലാണ്. ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? SDPI ബന്ധം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിനോട് വളരെ സ്നേഹവും
സഖ്യമായിരുന്നു CPM. ലീഗ് നല്ല സംഘടനയാണ്, ലീഗ് ഞങ്ങളിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് മാറി. എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം? ലീഗ് 2ാം ക്ലാസ്സിൽ പാഠം പഠിച്ചില്ലേ നമ്മൾ? മുന്തിരിക്ക കിട്ടാതായപ്പോൾ പുളിക്കെന്ന് പറഞ്ഞേ അതാണ്. കിട്ടില്ലാന്ന് ഉറപ്പായി. ഞങ്ങൾക്കല്ല അവർക്കല്ലേ ഉറപ്പായത്. ഈ സമസ്ത ഈ വിമർശനം ഉന്നയിക്കുന്നത് ഈ ലീഗ് നേതൃത്വത്തിനെതിരെയാണോ അത് ലീഗ് ഒരു ഭാഗത്ത് സമസ്തി ഒരു ഭാഗത്ത് ജമാഅത്തായിട്ട് പോയാൽ ഇത് എപ്പോഴാണ് അവസാനിക്കുക? ഈ നേതൃത്വത്തിനെതിരെയാണോ നമ്മൾ വല്ല പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പറയും. എങ്ങനെ ഈ നേതൃത്വത്തിന് ഒട്ടാകെയാണോ അതോ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെയാണോ ഈ നിരന്തര വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്? സമസ്ത- ഞങ്ങളല്ലേ? ഞങ്ങൾ CPM-നെതിരെയാണ് നിരന്തര വിമർശനം, BJP-ക്കും. ഈ സമസ്തയുടെ ആദർശ സമ്മേളനങ്ങളിൽ അത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിന് പോകാറില്ല. ഓക്കെ, സന്തോഷം. പുതിയ മുസ്ലിം ലീഗ് MP ആയി ചുമതലയിരുന്നാണ് അമിത് മാളവിക എന്ന് ഫേസ്ബുക്കിൽ അത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. അവരുടെ വിജയത്തിൽ ഞങ്ങൾക്ക് നല്ല പങ്കുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ അവരുടെ സാന്നിധ്യം പാർലമെൻറ്റിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവരെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക്സ്.